എം.എൽ.എ. ഉമാ തോമസിന് ഗുരുതര പരിക്ക്. കലൂർ സ്റ്റേഡിയത്തിലെ VIP ഗാലറിയിൽ നിന്നും താഴേക്ക് വീഴുകയായിരുന്നു. എം.എൽ.എ. ആശുപത്രിയിൽ മാറ്റിയിരിക്കുകയാണ്. 20 അടി ഉയരത്തിൽ നിന്നാണ് എം.എൽ.എ. താഴേക്ക് വീണതെന്നാണ് വിവരം. കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേർന്നുണ്ട്. രേഷ്മ, എപ്പോഴാണ് സംഭവമുണ്ടായത്? എന്താണ് നിലവിലെ സ്ഥിതിഗതികൾ? വിഷ്ണു, നിലവിൽ ഉമാ തോമസ് MLA സ്വകാര്യ ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് മാറ്റിയിരിക്കുകയാണ്. കുറച്ചു സമയം മുൻപാണ് ഈ കലൂർ സ്റ്റേഡിയത്തിൽ ഒരു നൃത്ത പരിപാടിക്ക് വേണ്ടിയിട്ട് ഉമാ തോമസ് MLA എത്തിയത്. ഈ VIP ഗാലറിയിലായിരുന്നു ഇവർക്കൊക്കെയുള്ള ഇരിപ്പിടം ഒരുക്കിയത്. മന്ത്രിക്കും MLA-ക്കും ഒക്കെ. മന്ത്രിയെ കണ്ടതിന് ശേഷം അപ്പുറത്തേക്ക് ഈ സ്വന്തം ഇരിപ്പിടത്തിലേക്ക് പോകുന്ന വഴിക്കാണ് താഴേക്ക് വീണത്. ഏകദേശം 20 അടിയോളം ഉയരത്തിൽ നിന്നാണ് ഉമാ തോമസ് MLA വീണതിന്റെ ഇടയ്ക്ക് ഈ കോൺക്രീറ്റ് പാളിയിൽ MLA-യുടെ തല ഇടിച്ചിട്ടുണ്ട്. പിൻഭാഗം ആണ് ഇടിച്ചതെന്നാണ് കരുതുന്നത്. രക്തം വരുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ കലൂർ സ്റ്റേഡിയത്തിൽ ഒരു ഗാലറി, കാണികൾ ഇരിക്കുന്ന ഗാലറിക്ക് നടുക്കായിട്ടാണ് ഈ VIP-കൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇരിപ്പിടം ഒരുക്കിയിരുന്നത്. ഏകദേശം 35ഓളം കസേരകൾ ഇട്ടിരുന്നു. അവിടെയാണ് ഉമാ തോമസ് അടക്കമുള്ളവർക്കുള്ള ഇരിപ്പിടം ക്രമീകരിച്ചിരുന്നത്. എന്തായാലും കയറി വന്ന് പടികൾ കയറി വന്ന് മന്ത്രിയോടടക്കം സംസാരിച്ചതിന് ശേഷം സ്വന്തം ഇരിപ്പിടത്തിലേക്ക് പോകുന്നതിനിടയിലാണ് ഈ 20 അടിയോളം ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിച്ചത്. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റാനും സാധിച്ചു. നിലവിൽ ഗുരുതരമായിട്ടുള്ള പരിക്കാണ് MLA-ക്ക് ഏറ്റിരിക്കുന്നത്. എന്തായാലും ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. ഉടൻ തന്നെ ആളുകൾ എത്തി, അതായത് നിരവധി ആളുകൾ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. MLA വീണത് കണ്ട് ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഈ തല കോൺക്രീറ്റ് പാളിയിൽ ഇടിച്ചു എന്നുള്ളതാണ് ഒരു സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. കാരണം ആ വീഴ്ച 20 അടിയോളം ഉയരത്തിൽ നിന്നാണ് MLA വീണിരിക്കുന്നത്. ഈ വീണതിന്റെ ഇടയ്ക്കാണ് ഈ കോൺക്രീറ്റ് പാളിയിൽ തല ഇടിച്ചതും. ഇതാണ് ഈ പരിക്ക് ഗുരുതരമാകാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. എന്തായാലും ഉടനടി ആശുപത്രിയിലേക്ക്, തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിലവിൽ മറ്റ് വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. എന്തായാലും ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് MLA. രേഷ്മ സൂചിപ്പിച്ചതുപോലെ ഗുരുതരമായൊരു സംഭവം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തിനായാലും MLA ആശുപത്രിയിൽ മാറ്റിയിരിക്കുകയാണ്. രേഷ്മ, ഒപ്പം എടുത്തു പറയേണ്ടത് അവിടെ ആദ്യഘട്ടത്തിൽ എത്തിച്ചേർന്നവരുടെ പ്രതികരണങ്ങൾ എന്തെങ്കിലും പുറത്തു വരുന്നുണ്ടോ? MLA-ക്ക് ബോധം നഷ്ടപ്പെട്ടതായി വല്ലതും അറിയാൻ സാധിക്കുന്നുണ്ടോ? ആ ഒരു ഘട്ടത്തിൽ, അല്ലെങ്കിൽ പക്ഷേ ആ സാഹചര്യത്തിലെ മറ്റ് പ്രതികരണങ്ങൾ എന്തെങ്കിലും ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ടോ? വിഷ്ണു, വീണ ഉടനെ തന്നെ ബോധം നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ തന്നെയായിരുന്നു MLA ഉണ്ടായിരുന്നത്. തൊട്ടടുത്ത് ആ സമയത്ത് നിരവധി ആളുകൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. കാരണം VIP ഗാലറിയിലേക്ക് VIP-കളായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളും ആ ചടങ്ങിൽ പങ്കെടുക്കേണ്ട മറ്റ് VIP-കളും എത്തുന്ന ഒരു ഘട്ടമായിരുന്നു അന്നേരം ഉണ്ടായിരുന്നത്. അവിടെ കസേരകളൊക്കെ തന്നെ നിരത്തിയിടുകയും ചെയ്തിരുന്നു. തൊട്ടപ്പുറത്ത് കാണികളുടെ ഗാലറിയിലും ആളുകൾ കയറുന്നുണ്ടായിരുന്നു. മന്ത്രി അടക്കമുള്ളവർക്കുള്ള ഇരിപ്പിടം ഏകദേശം 15-18 അടിയോളം ഉയരത്തിൽ തന്നെയായിരുന്നു ക്രമീകരിച്ചിരുന്നത്. ആ ഇരിപ്പിടത്തിലേക്ക് എത്തുകയും മന്ത്രിയോടടക്കം സംസാരിച്ച് പിന്നോട്ട് മാറുന്ന ആ ഒരു സമയത്താണ് പെട്ടെന്ന് പൊടുന്നനെ MLA ഉമാ തോമസ് താഴേക്ക് വീണത്. അതിനിടയിൽ ആ കലൂർ സ്റ്റേഡിയത്തിന്റെ ആ ഭാഗത്ത് ചെറിയ കോൺക്രീറ്റ് പാളി ഉണ്ടായിരുന്നു. ആ പാളിയിൽ തല ഇടിച്ചതാണ് പരിക്കിനുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം. എന്തായാലും അടുത്ത നിമിഷം തന്നെ ആശുപത്രിയിലേക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിലാണ് MLA മാറ്റിയിരിക്കുന്നത്. എന്തായാലും നമുക്കറിയാം, നിരവധി ആളുകൾ എത്തുന്ന ഒരു ഗാലറിയാണ്. പിന്നെ ഈ VIP കസേരകൾ ക്രമീകരിച്ചിരുന്നത് സാധാരണ രീതിയിൽ ഗാലറിയിലെ കസേരകൾക്ക് പകരം 10-35ഓളം കസേരകൾ കൂടുതലായിട്ട് ക്രമീകരിച്ചുകൊണ്ടാണ് ഒരു VIP ഗാലറി കാണികളുടെ ഗാലറിക്ക് നടുക്കായിട്ട് സംവിധാനം ഒരുക്കിയത്. അവിടെയാണ് ഇവർക്കൊക്കെയുള്ള ഇരിപ്പിടം ഉണ്ടായിരുന്നത്. എന്തായാലും പെട്ടെന്ന് പൊടുന്നനെയാണ് MLA വീണത്. ഒപ്പം പെട്ടെന്ന് തന്നെ ആ ഒരു ഷോക്കിൽ ആൾക്കാർ വന്ന് നോക്കിയ സമയത്ത് ബോധം പോയിരുന്നു. ഉടൻ തന്നെ രക്തസ്രാവവും ഉണ്ടായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റാനും സാധിച്ചു. മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്ന പരിപാടി ആയതുകൊണ്ട് പോലീസ് സംവിധാനവും ആളുകളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും നിലവിൽ ഗുരുതരമായിട്ട് തലയ്ക്ക് പരിക്കേറ്റ MLA ഉമാ തോമസിനെ തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അവിടേക്ക് രാഷ്ട്രീയ നേതാക്കൾ അടക്കം കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളൊക്കെ തന്നെ വരികയും ചെയ്യുന്നുണ്ട്. രേഷ്മ, അതുപോലെ ചില പ്രതികരണങ്ങൾ കൂടി വരുന്നുണ്ട്. പ്രത്യേകിച്ചും മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ആ ഒരു സ്റ്റേജിൽ ഉണ്ടായില്ല എന്നുള്ള ചില പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഒരുപക്ഷെ അത് സംബന്ധിച്ച് എന്തെങ്കിലും വ്യക്തത ഉണ്ടാകുന്നുണ്ടോ? വിഷ്ണു,
സാധാരണ രീതിയിൽ ഒരു വലിയൊരു പരിപാടി സംഘടിപ്പിക്കുന്ന സമയത്ത് ബാരിക്കേഡുകൾ തീർത്തുകൊണ്ടുള്ള ഒരു സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. നമുക്കറിയാം കുസാറ്റിലെ അടക്കമുള്ള പരിപാടികൾ, സംഗീത പരിപാടികളിലൊക്കെ തന്നെ ആ സുരക്ഷാ ക്രമീകരണങ്ങളുടെ വീഴ്ച വലിയ രീതിയിലുള്ള അപകടം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. ഈ കലൂരിലെ സ്റ്റേഡിയം എന്ന് പറയുന്നത് ആ ഓപ്പൺ സ്റ്റേഡിയത്തിലേക്ക് ആ ഗ്യാലറിയുടെ ഇരുവശത്തും കാണികളുടെ ഗ്യാലറിയാണ്. അതിന്റെ നടുക്കായിട്ടാണ് ഈ VIP-കളുടെ സീറ്റ് സംവിധാനം ഒരുക്കിയത്. അതോടൊപ്പം തന്നെ ആ VIP ഗാലറിയോട് ചേർന്ന് തന്നെയാണ് ഈ പരിപാടിയുടെ, അതായത് ഉദ്ഘാടന പരിപാടിയുടെ അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. പക്ഷെ അതിൽ ഒരു ബാരിക്കേഡ് തീർത്തുകൊണ്ടോ ഒരു സുരക്ഷാ കവചം തീർത്തുകൊണ്ടോ ഉള്ള കാര്യങ്ങളൊന്നും തന്നെ, ക്രമീകരണങ്ങളൊന്നും തന്നെ അവിടെ ഒരുക്കിയിരുന്നില്ല. ഒപ്പം തന്നെ മറ്റ് സംവിധാനങ്ങൾ കാര്യക്ഷമമായിരുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപം കൂടി വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു പരിപാടി സംഘടിപ്പിക്കുന്ന സമയത്ത് ബാരിക്കേഡുകൾ തീർത്തുകൊണ്ടുള്ള ഒരു സുരക്ഷാ കവചം ഒരുക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല, കാണികളുടെ ഗ്യാലറിയിലും അത്തരമുള്ള ഒരു സംവിധാനം വേണ്ടതാണ്. കാരണം കൊച്ചു കുട്ടികളടക്കമുള്ള ആളുകളുമായിട്ടാണ് അവിടെ കടന്നു വരുന്നത്. ആ സമയത്ത് ഈ ബാരിക്കേഡുകൾ ഇല്ലാത്ത പക്ഷം ഒരുപക്ഷെ വീണു പോകാനായിട്ടുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ഉമാ തോമസ് MLA-ക്കും അത് തന്നെയാണ് സംഭവിച്ചത്. കാരണം ആ ബാരിക്കേഡ് ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ പിന്നിലേക്ക് വീഴുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തില്ലായിരുന്നു. എന്തായാലും നിലവിൽ ഉമാ തോമസ് MLA-യെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. സുരക്ഷാ സംവിധാനങ്ങളിൽ ഒരു പാളിച്ച ഉണ്ടായി എന്നുള്ള ഒരു ആക്ഷേപമാണ് ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് MLA-യും മന്ത്രിയും അടക്കം പങ്കെടുക്കുന്ന പരിപാടി, നിരവധി കാണികൾ വരുന്ന പരിപാടി, ഒരു നൃത്ത പരിപാടിയാണത്. ഏകദേശം 12,000-ലധികം ആളുകൾ പങ്കെടുക്കുന്ന ഒരു റെക്കോർഡ് നേടുന്ന രീതിയിലുള്ള ഒരു പരിപാടി. ആ പരിപാടിയിൽ ആവശ്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ വീഴ്ച പറ്റി എന്നുള്ള ഒരു ആക്ഷേപം കൂടി നിലനിൽക്കുന്നുണ്ട്. അതിനിടയിൽ തന്നെയാണ് ഉമാ തോമസ് MLA-ക്ക് പരിക്കേറ്റതും. അത് ഗൗരവകരമായിട്ട് തന്നെയാണ് കാണേണ്ടത്. വിഷ്ണു, രേഷ്മ, നമുക്കറിയാം 20 അടി ഉയരത്തിൽ നിന്നാണ് ആ ഒരു വീഴ്ച എന്ന് പറയുന്നത്. ഒരുപക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ മറ്റ് ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് കടക്കണമെങ്കിൽ ആശുപത്രിയിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. നിലവിൽ ആശുപത്രിയിൽ നിന്ന് എന്തെങ്കിലും റിപ്പോർട്ടുകൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ടോ? നിലവിൽ പരിശോധനകൾക്കൊക്കെ തന്നെയും ഉമാ തോമസിനെ വിധേയമാക്കിയിട്ടുണ്ടോ? നിലവിൽ ആശുപത്രിയിലെ ഒരു സാഹചര്യം എങ്ങനെയാണ്? വിഷ്ണു, സ്വകാര്യ ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഉമാ തോമസ് MLA മാറ്റിയിരിക്കുകയാണ് ഉടൻ തന്നെ. കാരണം ഈ കലൂരിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു സ്വകാര്യ ആശുപത്രി ഉണ്ടായിരുന്നു. അവിടേക്കാണ് ആദ്യം മാറ്റിയത്. പിന്നീട് മറ്റൊരു ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. തലയ്ക്ക് പരിക്കേറ്റ ഒരു സാഹചര്യത്തിൽ വിദഗ്ധ പരിശോധന വേണമെന്നാണ് മെഡിക്കൽ ബോർഡ് അല്ലെങ്കിൽ ഡോക്ടർമാർ പറയുന്നത്. എന്തായാലും നിലവിൽ അത്തരമുള്ള ഒരു ചികിത്സാ സംവിധാനമുള്ള ആശുപത്രിയിലേക്ക് തന്നെയാണ് MLA മാറ്റിയിരിക്കുന്നത്. നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നുള്ള ഒരു ആക്ഷേപം കൂടി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും നിലവിൽ സ്വകാര്യ ആശുപത്രിയിലെ ഒരു ക്രിട്ടിക്കൽ വിഭാഗത്തിലേക്ക് ഉമാ തോമസിനെ മാറ്റിയിരിക്കുകയാണ്. വിദഗ്ധ പരിശോധനയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ആധുനിക സംവിധാനങ്ങളുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. നിലവിൽ ഈ പരിപാടി തുടരുന്നുണ്ട്. പക്ഷേ അവിടെ പോലീസ് സംവിധാനങ്ങളും എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ കാണികൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു സുരക്ഷ ഒരുക്കുന്നതിൽ ഒരു വീഴ്ച പറ്റുന്നുണ്ട് എന്നുള്ള ഒരു ആക്ഷേപം ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും MLA-യെ നിലവിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ജില്ലാതല കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട്. DCC പ്രസിഡന്റ് അടക്കമുള്ളവർ അവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. വിഷ്ണു. യെസ് രേഷ്മ, എന്തിനായാലും ഉമാ തോമസിനെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. MLA ആശുപത്രിയിൽ മാറ്റിയിട്ടുണ്ട്. മറ്റ് നടപടികൾ നടക്കുന്നുണ്ട്. പരിശോധനകൾ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. ഇത് തന്നെയാലും ഗുരുതരമായൊരു അപകടം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. രേഷ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായൊരു സുരക്ഷാ വീഴ്ച ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് ഈ ഒരു അപകടത്തിന് കാരണമായതെന്നുള്ള ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തിനായാലും ആദ്യഘട്ടത്തിൽ ഉമാ തോമസിനെ ആശുപത്രിയിൽ എത്രയും പെട്ടെന്ന് തന്നെ മാറ്റാൻ സാധിച്ചു എന്നുള്ള കാര്യമാണ് എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ചും അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്കാണ് MLA മാറ്റിയിട്ടുള്ളത്. 20 അടി ഉയരത്തിൽ നിന്നാണ് ഉമാ തോമസ് വീണത്. VIP പവരിയിൽ നിന്നാണ് താഴേക്ക് പതിച്ചത്. രേഷ്മ ഒരിക്കൽ കൂടി ചേർന്നുണ്ട്. രേഷ്മ, നിലവിൽ മറ്റ് ദൃക്സാക്ഷികളുടെ പ്രതികരണങ്ങൾ ചിലത് പുറത്തു വരുന്നുണ്ടെന്ന് അറിയാൻ സാധിക്കുന്നു. നിലവിൽ ആ ഒരു ഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിക്കുന്നുണ്ടോ എന്തെങ്കിലും? വിഷ്ണു, കണ്ടുനിന്ന ആളുകൾ പറയുന്നത്, അതായത് ഈ പടികൾ കയറി MLA വന്നതിന് ശേഷം സഹപ്രവർത്തകരോട്, അവിടെയുള്ള ആളുകളോട് സംസാരിച്ചു നിന്നിരുന്നു. മന്ത്രിയോടക്കം സംസാരിച്ചു. അതിനുശേഷം തിരിഞ്ഞ് സ്വന്തം ഇരിപ്പിടത്തിലേക്ക് വന്ന ഒരു ഘട്ടത്തിലാണ് പെട്ടെന്ന്, അതായത് ആളുകൾ ആ ശബ്ദം കേട്ടിട്ടാണ് തിരിഞ്ഞു നോക്കുന്നത്. അപ്പോഴേക്കും ഈ MLA നിലം പതിച്ചിരുന്നു. ഒപ്പം തന്നെ ബോധം അറ്റ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം അതിനിടയിൽ ഈ കോൺക്രീറ്റ് പാളിയിൽ, അതായത് ഇത്രയധികം
അധികം ഉയരത്തിൽ നിന്ന് വീണതുകൊണ്ട് തന്നെ ഇടയ്ക്കൊരു കോൺക്രീറ്റ് പാളി ഉണ്ടായിരുന്നു. അതിൽ MLA-യുടെ തല ഇടിച്ചു. അത് പിൻഭാഗമാണെന്നാണ് ഈ ദൃക്സാക്ഷികളൊക്കെ തന്നെ പറയുന്നത്. ഉടൻ തന്നെ അവിടെ നിന്നവർ കൂടി MLA എടുത്ത് ആംബുലൻസിൽ കയറ്റി നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എന്തായാലും ആ ഒരു അത്രയധികം ഉയരത്തിൽ നിന്ന് വീണതുകൊണ്ടും ഒപ്പം തന്നെ കോൺക്രീറ്റ് പാളിയിൽ തലയിടിച്ചതുമാണ് ഗുരുതരമായിട്ട് പരിക്കേൽക്കാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് നിലവിൽ സ്വകാര്യ ആശുപത്രിയിലേക്ക്, ആധുനിക സംവിധാനങ്ങളോട് കൂടിയ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഡോക്ടർമാരുടെ അടക്കം പ്രതികരണം ഇക്കാര്യത്തിൽ തേടേണ്ടതുണ്ട്. എന്തായാലും പെട്ടെന്ന് ഒരു പൊടുന്നനെയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. കൂടെ നിന്നവർക്കും ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്നവർക്കും അതൊരു ഷോക്കായിട്ട് മാറിയ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. വിഷ്ണു, യെസ്, എന്തായാലും ദീപ, ഗുരുതരമായൊരു അപകടം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഉമാ തോമസിനെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് മാറ്റിയത്. നിലവിൽ ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, കൃത്യമായൊരു സുരക്ഷാ വീഴ്ച ഇവിടെ സംഭവിച്ചിരിക്കുന്നു. സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇല്ലാതെയാണ് ആ സ്റ്റേജ് ഉണ്ടായിരുന്നത്. അതാണ് ഈ ഒരു അപകടത്തിന് കാരണമായതെന്നുള്ളൊരു ആക്ഷേപം ഉയർന്നു വരുന്നുണ്ട്. നമുക്കറിയാം, മുൻപും സമാനമായ രീതിയിൽ പല സ്റ്റേഡിയങ്ങളിലും പൊതുപരിപാടികൾ നടക്കുന്നു, അല്ലെങ്കിൽ മറ്റ് പരിപാടികൾ നടക്കുമ്പോഴും കൃത്യമായൊരു സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ നേരത്തെയും ഉണ്ടായിരുന്നു. അത് വലിയ അപകടങ്ങളിലേക്ക് നയിച്ച പല കാര്യങ്ങളും നമ്മൾ മുമ്പ് കണ്ടതാണ്. ഒരുപക്ഷെ ഈ ഒരു ഘട്ടത്തിൽ പോലും ഇവിടെ എന്താണ് ഈ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടാകാനുള്ള ഒരു കാരണം? പ്രത്യേകിച്ചും പോലീസ് സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവിടെ കൃത്യമായൊരു സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നു. ജനങ്ങളുടെ ജീവൻ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ആ ഒരു അപകടകരമായിട്ടുള്ള രീതിയിലുള്ള ആ ഒരു സ്റ്റേജ് നിർമ്മാണം, അതിൻ്റെ ആ സ്റ്റേജ് വെച്ചിരിക്കുന്ന രീതി ഒക്കെ കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, ഏതൊരു പൊതുപരിപാടി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വലിയ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോഴും അതിൻ്റെ സുരക്ഷ എത്രത്തോളം പ്രധാനമാണ്, അല്ലെങ്കിൽ സുരക്ഷയ്ക്ക് ഒരു മാനദണ്ഡമുണ്ട്. അതനുസരിച്ച് വേണം ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തേണ്ടത്. അതിൻ്റെ സംഘാടകർ അത് കൃത്യമായി പാലിക്കണം എന്നുള്ള ചില നിർദ്ദേശങ്ങളൊക്കെ തന്നെയും നിലനിൽക്കുമ്പോഴാണ് ഇവിടെയും ഇത്തരത്തിൽ കാണുന്നത്. ഒരുപക്ഷെ നമുക്കറിയാം, ആ ഒരു സ്റ്റേഡിയത്തിൽ പോലും അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിൽ പോലും കൃത്യമായൊരു സ്ഥലം പോലും ഇല്ല എന്നുള്ളൊരു കാര്യമാണ് പലരും എടുത്തു പറയുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു ആക്ഷേപവും ചൂണ്ടിക്കാണിക്കുന്നത് അതുതന്നെയാണ്. ഇവിടെ ആ ഒരു സുരക്ഷാ വീഴ്ച കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ രേഷ്മ, ഒരുപക്ഷെ ഇവിടെ എന്താണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്റ്റേജിൻ്റെ നിർമ്മാണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് കൃത്യമായൊരു ഉത്തരം നിലവിൽ സംഘാടകരുടെ ഭാഗത്തുനിന്ന്, അല്ലെങ്കിൽ അത്തരം പ്രതികരണങ്ങളും കൂടെ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ? ഈ സ്റ്റേജിന്റെ സംവിധാനം എന്ന് പറയുന്നത് ഈ കലൂർ സ്റ്റേഡിയത്തിന്റെ ഗാലറി, കാണികളുടെ ഗാലറിയോട് ചേർന്ന് തന്നെ ഒരു ചെറിയൊരു സ്റ്റേജ് താൽക്കാലികമായിട്ട് ക്രമീകരിക്കുകയാണ് ഉണ്ടായത്. ആ സ്റ്റേജിന്റെ തൊട്ട് ചേർന്ന് തന്നെ ഈ VIP ഗാലറിയും അവരുടെ ഇരിപ്പിടങ്ങളും ഒക്കെ തന്നെ, ആ സംവിധാനങ്ങളും ഒക്കെ തന്നെ ക്രമീകരിച്ചു. ആ സ്റ്റേജിൽ തന്നെയാണ് ഈ പരിപാടികൾ നടക്കുന്നത്. ഒപ്പം ഈ കുട്ടികൾ പങ്കെടുക്കുന്ന പരിപാടി ആ താഴത്തെ മൈതാനം പോലുള്ള ആ ഭാഗത്തുമാണ്. ആ മുകളിൽ ഏകദേശം ഒരു 20 അടിയോളം ഉയരത്തിലാണ് ഈ പറയുന്ന സ്റ്റേജും VIP ഗാലറിയും ക്രമീകരിച്ചിരിക്കുന്നത്. പക്ഷെ അവിടെ ഒരു സുരക്ഷാ ബാരിക്കേഡോ അല്ലെങ്കിൽ വീഴാതെ ഇരിക്കാനായിട്ടുള്ള ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു ആളുകളുടെ ഏറ്റവും കൂടുതൽ ഉണ്ടായി കഴിഞ്ഞാൽ വീഴാതിരിക്കാനായിട്ടുള്ള ഒരു ക്രമീകരണം ഒരുക്കേണ്ടതുണ്ട്. പക്ഷെ അവിടെ ആ ഒരു ക്രമീകരണം ഇല്ലാത്തതാണ് പെട്ടെന്ന് MLA വീഴുന്ന ഒരു ഘട്ടത്തിലേക്ക്, ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. എന്തായാലും ഇതിലൊരു സുരക്ഷാ പിഴവ് ഉണ്ടായി എന്ന് വേണം വിലയിരുത്താനായിട്ട്. കാരണം ഈ ഒരു സ്റ്റേജ് ക്രമീകരിച്ചിരിക്കുന്നത് നിലവിൽ ആ ഒരു VIP ഗാലറിയിലെ ഇരിപ്പിടം എന്ന് പറയുന്നത് താൽക്കാലികമായിട്ട് കൊണ്ടിട്ട ചെയറുകളാണ്, കസേരകളാണ്. ഈ നേരത്തെ സ്റ്റേഡിയത്തിലുള്ള കസേരകൾക്ക് പുറമെയാണ് ഈ സ്റ്റേജിനോട് ചേർന്നുകൊണ്ട് VIP-മാർക്ക് ഇരിക്കാനായിട്ട് കസേരകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ആ കസേരകളും ഒപ്പം തന്നെ ആ സ്റ്റേജും, ആ പരിപാടി നടക്കുന്ന സ്റ്റേജും ഒരു ചെറിയ ഒരു സ്ഥലപരിമിതി ഉണ്ട് അവിടെ. അവിടെ സ്വാഭാവികമായിട്ടും ഒരു വ്യക്തി നീങ്ങുന്ന സമയത്ത് ഒരുപക്ഷെ ഒരുപാട് ആളുകൾ ഉണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു അപകടം പറ്റാം. പക്ഷെ അത് മുൻനിർത്തിക്കൊണ്ട് ഒരു സുരക്ഷാ കാര്യങ്ങൾ ഒരുക്കുന്നതിൽ ഒരു സംഘാടകർക്കാണെങ്കിലും മറ്റുള്ളവർക്കാണെങ്കിലും വീഴ്ച പറ്റി എന്ന് വേണം അനുമാനിക്കാൻ. എന്തായാലും നിലവിൽ ഉമാ തോമസിനെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കൂടുതൽ പ്രതികരണങ്ങളും ഇക്കാര്യത്തിൽ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. ഇത്രയധികം ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പരിപാടി, കാണികളടക്കം നിരവധി പേരുണ്ട്. ഇതിപ്പോൾ നേരത്തേക്ക് നമുക്കറിയാം, നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്ന സമയത്ത് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കണം. ആ ക്രമീകരണങ്ങൾ വിലയിരുത്തുവാനായിട്ട് പോലീസ് സംവിധാനങ്ങൾ കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തണം. ഇതിലൊക്കെ തന്നെ ഒരു വീഴ്ച ഉണ്ടായി എന്ന് വേണം അനുമാനിക്കാനായിട്ട്. എന്തായാലും പോലീസ് സംവിധാനമൊക്കെ ഇപ്പോൾ നിലവിൽ ഈ ഒരു പ്രദേശത്തുണ്ട് എങ്കിലും അപകടം സംഭവിച്ചതിന് ശേഷമാണ് കൂടുതൽ ജാഗ്രതയിലേക്ക് പോയത് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. വിഷ്ണു, ശരി, രേഷ്മ ബാബുവാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.